ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മാസഫലം, അതായത് കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസ ഫലമാണ് പറയുന്നത്. കർക്കിടക മാസം പല കാര്യങ്ങൾ കൊണ്ടും ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു മാസമാണ്. അത് 2026 ജൂലൈ മാസം 17 മുതൽ ആഗസ്റ്റ് മാസം 16 വരെയാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു മാസമാണ്. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും, ശ്രേയസ്സും യശസ്സും വന്നിച്ച് തൊഴിൽപരമായ ഒരു അഭിവൃദ്ധി എല്ലാ തൊഴിൽ മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ്. അതായത് തൊഴിൽ രംഗത്തേക്ക് പൂർണ്ണമായ വ്യാഴദൃഷ്ടി അത് നല്ല അനുഗ്രഹത്തെ തരും. ഭാഗ്യാധിപനാണ്. അതുപോലെ അധികാരത്തിൻ്റെ ഗ്രഹവും ആ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പല വിധത്തിലുള്ള തൊഴിൽ പുരോഗതികൾ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുവാൻ യോഗമുണ്ട്. പ്രൈവറ്റ് മേഖലകളിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു പുരോഗതി, ഒരു ശമ്പള വർധനം, അതിനൊക്കെയുള്ള ഒരു സാധ്യതകൾ തെളിഞ്ഞു വരിക, അങ്ങനെ പല കാര്യങ്ങൾക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതായത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും നല്ലതാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വിജയിക്കുവാനുള്ള യോഗവുമുണ്ട്. പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഈ കർക്കിടക മാസത്തിൽ സാധിക്കും. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചെയ്യും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഇടവം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം പല കാരണങ്ങളാലും നേട്ടങ്ങൾ വന്നു ചേരും. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ചിങ്ങം രാശിയിൽ 4ാമിടത്ത് സുഖസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുടുംബത്ത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊത്ത്, അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെ ഒത്ത്, മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം വന്നു ചേരുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള ഒരു മാസമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണമായ ഒരു മാസം. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കണം. പിണക്കങ്ങൾ പാടില്ല. ശത്രുക്കൾ വർദ്ധിച്ചു വരാതെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. പല രീതിയിലും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുക. സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവരായാലും, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളായാലും, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളായാലും, അത് ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, കോൺട്രാക്ടേഴ്സ്, അങ്ങനെ പോകുന്നു ആ വലിയ നീണ്ട നിര. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു മാസം. വിദ്യാർത്ഥികൾക്കും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. നല്ല അധ്യാപകരെ കിട്ടും. നല്ല ഉപദേശങ്ങൾ കിട്ടി പുരോഗതി പ്രാപിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം.
മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. രാശിയുടെ അധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പലവിധത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക. അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ചില ശ്രദ്ധകൾ വേണം. അതായത് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ അനിവാര്യമാണ്. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എഴുത്തുകാർ, അതായത് സാഹിത്യകാരന്മാർ, ചിത്രരചന ചെയ്യുന്നവർ, കവിത എഴുതുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽ രംഗത്തും അഭിവൃദ്ധിയൊക്കെ ഉള്ള ഒരു കാലമാണ്. പൂർണ്ണമായ ദൈവാധീനം തൊഴിൽ ഭാവത്തിലേക്കുള്ളതിനാൽ തൊഴിൽ പുരോഗതി വന്നു ചേർന്ന് അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗം ഒക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളെ ശത്രുക്കളാകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് ദേഷ്യം വർദ്ധിച്ചിരിക്കുന്നതിനും സൂചനയുണ്ട്. കർക്കടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ധാരാളം വെള്ളമൊക്കെ കുടിക്കുക, ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക നന്നായി വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭാവത്തിലേക്ക് വിദ്യാഭാവാധിപൻ്റെ ദൃഷ്ടി പൂർണ്ണമായിട്ടുള്ള ഈ സമയത്ത് വിദ്യാവിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ബുധൻ്റെ അനുഗ്രഹവും ഉള്ള ഒരു മാസമാണ്. അതുപോലെ കുടുംബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു പുരോഗതി വന്നു ചേരും. തൊഴിൽ സ്ഥാനാധിപൻ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നു. അത് വളരെയധികം തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അത് ഗവൺമെൻറ് ജോലിയായാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ മറ്റ് മിലിറ്ററി ഓഫീസേഴ്സ്, സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങൾ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. രാശ്യാധിപനായിരിക്കുന്ന ആദിത്യൻ തൻ്റെ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര നല്ലതല്ല. എന്നാൽ സ്വന്തം നാട് വിട്ടു പോയി ജോലി ചെയ്യുന്നവർക്കും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനോ വിസ വരുന്നതിനോ വിദേശത്തേക്ക് പോകുന്നതിനോ സ്വന്തം നാട് വിട്ടുള്ള ജോലി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ യോഗമുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ അനിവാര്യമാണ്. കുടുംബത്തെ വളരെ സന്തോഷമുള്ള കാലം. സ്വന്തം പേരിൽ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പരമാവധി നോക്കേണ്ടതുമാണ്. അധികാരത്തോടു കൂടിയ ജോലിക്ക് യോഗമുള്ള ഈ സമയം തൊഴിൽ പുരോഗതി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വന്നു ചേരുവാൻ യോഗമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണ്. നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുവാൻ ഈ മാസം യോഗമുണ്ട്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്ക് അനുസരിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും ജോലി സ്ഥിരത ഉറപ്പുവരുത്തുവാൻ, ടെമ്പററി ഒക്കെ ആയിട്ട് കയറിയിരിക്കുന്നവർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, അത് സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും അനുകൂലമായിരിക്കുന്ന ഒരു സമയം. അതായത് ശുക്രൻ്റെയൊക്കെ ഭാഗ്യാധിപൻ്റെയൊക്കെ അനുഗ്രഹം ആ വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ നല്ല ഒരു അവസരമാണ്. ആരോഗ്യമൊക്കെ പൊതുവെ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം.
വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണ്ണമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനും ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ചു. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല ഒരു ഐശ്വര്യസമ്പൂർണമായ ഒരു മാസം. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കുന്ന ഒരു ആഴ്ച. അധികാരത്തിൻ്റെ ഗ്രഹം വ്യാഴത്തിനോട് യോഗം ചെയ്ത് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മേലധികാരികളിൽ നിന്ന് അംഗീകാരം കിട്ടുവാനും സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണങ്ങൾ ഉണ്ടാകുവാനും തൊഴിൽ പുരോഗതികൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള മാസമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, പൊതുവെ മനസ്സമാധാനം വന്നു ചേരുന്ന ഒരു ആഴ്ച. ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാകും. അതുപോലെ തന്നെ ആവശ്യത്തിന് ധനം വന്നു ചേരുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും ഒക്കെ വന്നു ചേരും. എന്നിരുന്നാലും അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുവാൻ പാടില്ല. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസം. തൊഴിൽ രംഗത്തെ പുരോഗതികളൊക്കെ വന്നു തുടങ്ങുന്ന സമയം. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചെയ്യും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനിവാര്യമാണ്. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന സുഖസ്ഥാനത്തിൻ്റെ അധിപൻ അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അത് ആത്മകാരകനായിരിക്കുന്ന ആദിത്യനും അഷ്ടമഭാവത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ചന്ദ്രൻ അനിഷ്ടഭാവങ്ങളിലൂടെയൊക്കെ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നല്ല ഗുണാനുഭവങ്ങളും എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങൾ, കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പൊതുവെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മാസവുമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു മാസമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബത്തെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ജാഗ്രത വേണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വീട്ടിലെ പ്രധാന അംഗങ്ങളും അതുപോലെ സാമ്പത്തിക മേഖലയുമായി ജോലി ചെയ്യുന്ന ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പല വിധത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും നല്ല കാര്യങ്ങൾ പങ്കെടുക്കുവാനും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനൊക്കെ സൂചനയുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പല രീതിയിലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കായാലും പൊതുവെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉള്ള ഒരു മാസവുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 1, 2,
3 പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അങ്ങേയറ്റം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അനിവാര്യമാണ്. സപ്തമഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് ശുക്രൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ചില സുഖ അനുഭവങ്ങളൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് വന്നു ചേരാം. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഉള്ള ആഗ്രഹം പുതുക്കിപ്പണിയുവാൻ അവസരം വന്നു ചേരുക, തീരുമാനമെടുക്കുവാനൊക്കെ നല്ലതാണ്. ധന ആഗമന യോഗവും ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് നല്ല രീതിയിൽ വിജയങ്ങൾ വന്നു ചേർന്ന് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ, എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അധ്യാപകർ, അവർക്കൊക്കെ വളരെ ഐശ്വര്യസമ്പൂർണമായ ഒരു മാസം. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ യോഗവും ഭാഗ്യവുമുണ്ട്. എന്നാൽ അലസത വിട്ട് പ്രവർത്തിക്കണം. അലസത ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ കഴിക്കുന്ന കാര്യങ്ങളിലും ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ ജാഗ്രത പാലിക്കണം. കുടുംബത്തെ പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ലതാണ്. പ്രായമായവർ ആയാലും യുവതി യുവാക്കളായിരിക്കുന്നവർക്കും ഒക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ, മാതാപിതാക്കളോടും മക്കളോടുമൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനൊക്കെ നല്ല അവസരം വന്നു ചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് പുതിയ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രമോഷൻ കിട്ടുക, മേലധികാരികളിൽ നിന്ന് ഒരു സന്തോഷകരമായ ഒരു നല്ല ഒരു ശ്രേഷ്ഠമായ രീതിയിൽ ഒരു പ്രമോഷനൊക്കെ വന്നു ചേരുക, സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയത്, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തൊഴിൽ രംഗത്ത് യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അനുകൂലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ നക്ഷത്രക്കാരും ദർശനം നടത്തി യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷത്തെ ഇല്ലാതാക്കുകയും കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാനും നല്ലതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. ഈ ചാനൽ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.